ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പഴയകാല സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ബാക്കി വന്ന ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ആരും ചോറൊന്നും കളയണ്ട, ബാക്കി വന്നാൽ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു അരക്കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂണ് പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. വലിയ ജീരകമില്ല, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ, കട്ട് ചെയ്തിട്ട്. അപ്പോൾ ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പകുതി സവാള ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെമ്മീനാണ്. അപ്പോൾ ഒരു പിടി ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ചെറിയ ചെമ്മീൻ എടുക്കാൻ ശ്രമിക്കുക, അപ്പോഴാണ് അതിന് നല്ല ഫ്ലേവർ കിട്ടുക. പക്ഷേ എനിക്കിപ്പോൾ വലിയ ചെമ്മീനാണ് കിട്ടിയത്. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ പുട്ടുപൊടി ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്ക് തരി അതിലുണ്ടാവും കേട്ടോ ഓൾറെഡി. അപ്പം എന്നാൽ അതുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിനാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പത്തിരിപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പാകമാവുന്നത് വരെ നമുക്കൊന്ന് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു പിടിയും കൂടെ നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഉരുട്ടി കയ്യിൽ വെച്ച് പരത്തിയിട്ട് ഒരു കട്ട്ലറ്റിൻ്റെ പരുവത്തിനൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത ചെമ്മീനുണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അത് കഴിക്കുന്ന സമയത്ത് ഒരു നല്ല മസാലയുള്ള പൊരിച്ച ചെമ്മീൻ കഴിക്കുന്ന ആ ഒരു ഫീൽ കിട്ടും. ഞാനിപ്പോൾ ഇത് പച്ചക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈ നനച്ചിട്ട് ഓരോ ഉരുളകളെടുത്ത് ഇതുപോലെ ഒന്ന് നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതെല്ലാം പരത്തിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച് കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇത് ഓരോന്ന് മുകളിലായിട്ട് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒട്ടി പിടിക്കുകയൊന്നുമില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 25 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടി പിടിക്കുകയൊന്നുമില്ല കേട്ടോ. മേലെ വെച്ചാലും ഇതുപോലെ നമുക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ടൊരു മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ നമുക്ക് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പ് എൻ്റെ അടുത്ത് കല്ലുപ്പായതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കിതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് കുറച്ചൊരു നല്ല ലൂസാവരുത്, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കട്ട്ലേറ്റ് ഉണ്ടല്ലോ അതിന് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിലൊക്കെ മസാല തേച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡിലും ഇതുപോലെ മസാല ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മീനിനൊക്കെ പുരട്ടി കൊടുക്കില്ല, അങ്ങനെ പുരട്ടി കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോന്നും ഇതേപോലെ നമ്മൾ മസാലയിൽ കോട്ട് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇത് ഓരോന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് എണ്ണ മതി. പക്ഷേ ഞാനിപ്പോൾ ഒരു 15 എണ്ണോളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും കൂടെയുള്ള എണ്ണ കണക്കാക്കി ഒഴിച്ചതാണ്. ഇനി നമുക്കിതിനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് എണ്ണയൊന്നും കുടിക്കില്ല, ഈ പുറം ഭാഗം മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒട്ടും എണ്ണ ഉണ്ടാവില്ല ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ റൈസ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.